എടവണ്ണ ഗ്രാമപഞ്ചായത്തിൽ ബിൽഡിംഗ് പെർമിറ്റിന്റെ മറവിൽ വൻ തട്ടിപ്പ് നടന്നതായി ആരോപണം. പഞ്ചായത്തിന്റെ റെസിപ്റ്റ് കൃത്രിമമായി നിർമ്മിച്ച് 2 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്തതായാണ് പരാതി. എളങ്കൂർ സ്വദേശി എ അബ്ദുള്ളയാണ് തട്ടിപ്പിനിരയായത്. മുനിസിപ്പാലിറ്റിയിൽ കെട്ടിടം നിർമ്മിക്കുന്നതിനായി 2023 അബ്ദുള്ള 2,30,500 രൂപ അടച്ചു. എന്നാൽ പുതിയ നിയമപ്രകാരം നേരത്തെ അടച്ച തുകയിൽ നിന്നും 50% തിരികെ ലഭിക്കുന്നതിന് അപേക്ഷ നൽകിയപ്പോഴാണ് തട്ടിപ്പ് പുറത്തായത്. പഞ്ചായത്തിൽ 11,520 രൂപ മാത്രമാണ് അടച്ചത് എന്നാണ് കണക്കുകൾ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത്. തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി ഡെപ്യൂട്ടി ഡയറക്ടർക്ക് പരാതി നൽകി. പരിശോധനയിൽ 2,30,500 രൂപ അബ്ദുള്ളയിൽ നിന്ന് വാങ്ങി റെസീറ്റ് നൽകിയതായി കണ്ടെത്തി. എന്നാൽ പഞ്ചായത്തിൽ 11,520 രൂപ മാത്രമാണ് ലഭിച്ചതെന്നും കണ്ടെത്തി കഴിഞ്ഞു. അബ്ദുള്ള എരഞ്ഞീൽ ഹൗസ് എളങ്കൂർ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അദ്ദേഹത്തിന് വീടിന് പെർമിറ്റിന് വേണ്ടി അപേക്ഷിച്ചു, ബിൽഡിങ്ങിന് പെർമിറ്റിന് വേണ്ടി അപേക്ഷിച്ചു. ആ പെർമിറ്റ് പഴയ സംഖ്യക്കുള്ളതായിരുന്നുകൊണ്ട് 2 ലക്ഷത്തി ചില്ലറ അടച്ചു. പുതിയ നിയമപ്രകാരം അതിന്റെ പകുതി അടച്ചാൽ മതി. ആ പകുതി പണം കിട്ടാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു? അപേക്ഷ സമർപ്പിച്ചു. ആ അപേക്ഷയിൽ അദ്ദേഹം റെസീറ്റ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ പിന്നീട് ഇദ്ദേഹത്തെ സ്വാധീനിച്ചിട്ട് അദ്ദേഹം തന്നെ വേറൊരു കത്ത് കൊടുക്കുകയാണ്. ഞാൻ റെസീറ്റ് പ്രകാരം തെറ്റി തന്നതാണ്, അത്ര അടച്ചിട്ടില്ല, എൻ്റെ അടുത്ത് പറ്റിയതാണ്, എനിക്ക് തിരിച്ചു കിട്ടേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അപേക്ഷ കിട്ടുകയാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഭരണസമിതിയും അതുപോലെ തന്നെ ഈ പറയപ്പെട്ട ഉദ്യോഗസ്ഥരും വ്യക്തികളും തമ്മിൽ കൂടിയാലോചന നടത്തിയിട്ട് പരസ്പര സഹകരണ സഹായ സംഘം പോലെ പ്രവർത്തിക്കുകയാണ്. ഇതേ ആളെ തന്നെ ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന സംശയത്തിന് നിഴലിലുള്ള ഈ വ്യക്തി ഉദ്യോഗസ്ഥനെ ഇവിടുന്ന് മുമ്പ് സസ്പെൻഡ് ചെയ്തപ്പോൾ തിരിച്ച് അയാളെ തന്നെ ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് ഇവിടുന്ന് കത്തയച്ച ചരിത്രമുണ്ട്. അതിൻ്റെ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അങ്ങനത്തെ വ്യക്തിയാണ് ഇവരെല്ലാവരും കൂടി സംരക്ഷിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഈ രൂപത്തിൽ ഈ എടവണ്ണ പഞ്ചായത്തിന് കിട്ടേണ്ട, സാമ്പത്തികമായി കിട്ടേണ്ട ഈ കാര്യങ്ങളടക്കം ഇത്ര വ്യക്തമായ പച്ചയിലുള്ള ഈ തട്ടിപ്പ് നടത്തുമ്പോൾ അതിനെതിരെ UDF ശക്തമായ പ്രതിഷേധത്തിന് ഇറങ്ങുകയാണ്. തീർച്ചയായും നാളെ അതിൻ്റെ ആദ്യ ഘട്ടം എന്നുള്ള നിലക്കുള്ള ഒരു ധർണ എടവണ്ണ പഞ്ചായത്തിന്റെ ഓഫീസിന്റെ മുമ്പിൽ ഞങ്ങൾ സംഘടിപ്പിക്കാൻ പോകും. റെസീറ്റിൽ മാറ്റം വരുത്തിയതായും മാപ്പ് നൽകണമെന്നും റീഫണ്ട് നൽകേണ്ടെന്നും കാണിച്ച് അബ്ദുള്ള പഞ്ചായത്തിൽ കത്ത് നൽകി. അധിക തുക നൽകാൻ തയ്യാറാണെന്നും നേരത്തെ നൽകിയ അപേക്ഷ പിൻവലിക്കുന്നതായും കത്തിൽ പറയുന്നുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്ക് പഞ്ചായത്ത് സെക്രട്ടറി കത്ത് നൽകിയിട്ടുണ്ട്. ഭരണസമിതി യോഗത്തിൽ വിഷയം അവതരിപ്പിച്ച ശേഷം പ്രതിപക്ഷ മെമ്പർമാർ ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഈ ചാനൽ എടവണ്ണ. വനിതകൾക്ക് മാത്രമായി KSFE മഹിളാ സമൃദ്ധി ട്രിയോ പ്ലാൻ. ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ 50,000 വരെ 6% നിരക്കിൽ മഹിളാ പ്ലസ് കൺസ്യൂമർ ലോൺ, 0% പ്രോസസിംഗ് ചാർജിൽ മഹിളാ പ്ലസ് ഗോൾഡ് OD, 5% പലിശ ലഭിക്കുന്ന 0 ബാലൻസ് മഹിളാ പ്ലസ് സുഗമ അക്കൗണ്ട്. ഇനി നമ്മുടേതാണ് പ്ലാൻ.